എല്ലാവർക്കും നമസ്കാരം. നമ്മളെ 2020-25 കാലഘട്ടത്തില് പെരുമണ്ണക്ലാരി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർഡ് മെമ്പർ ആവാൻ എനിക്ക് സാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് എന്നെ ഒരു വാർഡ് മെമ്പർ ആക്കി. എന്തായാലും അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ ഒരു ഡോക്യുമെന്ററി വീഡിയോ ചെയ്യണമെന്ന് എന്റെ വലിയ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ 5 വർഷ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം, തോട്, റോഡ് എന്നീ സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. മറ്റുള്ള പല മേഖലകളും നമ്മളെ കൈകൾ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്തായാലും മറ്റുള്ള പല രംഗങ്ങളും നമുക്ക് കയ്യൊപ്പ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വാർഡിൽ ചെയ്ത റോഡുകളുടെയും തോടുകളുടെയും മറ്റും പ്രവർത്തനങ്ങളുടെയും വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അത് ഓർഡർ ആയിട്ടൊന്നല്ല ചെയ്യുന്നത്, എങ്കിലും മാക്സിമം എല്ലാ വർക്കും ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറ്റിപ്പാല ഇല്ലിക്കൽ നടുവത്തോട് റോഡിന്റെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണിത്. നമ്മുടെ MLA KPA മജീദ് സാഹിബിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ കോൺക്രീറ്റ് വർക്കാണിത്. ഇത് നമ്മളെ കുറ്റിപ്പാല ഇല്ലിക്കൽ നടുവത്തുപടി റോഡിന്റെ അവസാന ഭാഗത്താണ്. ഒരുപാട് കാലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു പാതി വഴിയിൽ നിർത്തിവെച്ച് നമ്മളെ പുത്തൂർ പള്ളിയിലേക്കുള്ള റോഡിന്റെ ആ മറ്റേ റോഡിൽ ജോയിന്റ് ആക്കുക എന്നത്. അത് അടിപൊളിയായിട്ട് പണി പൂർത്തീകരിച്ചു. ആ നല്ല റോഡാണിത്. നമ്മളെ ഈ പുതിയ റോഡ് വന്ന് മുട്ടുന്നത് നമ്മുടെ വെള്ളരിക്കുളം പുത്തൂർപള്ളി റോഡിലേക്കാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള റോഡാണ്. അങ്ങനെ ആ ഒരു വലിയൊരു സ്വപ്നവും പൂർത്തീകരിക്കാൻ സാധിച്ചു. നമ്മുടെ കുറ്റിപ്പാലയിൽ നിന്ന് ക്ലാരിപ്പുത്തൂർ വരെയുള്ള ഒരു റോഡ് ഒരുപാട് വർഷക്കാലം, ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് വർഷക്കാലമായിട്ട് പാതി വഴിയിൽ നിന്ന റോഡായിരുന്നു. അത് ഇന്ന് വളരെ മനോഹരമായി റോഡ് പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മളെ വെള്ളരിക്കുളം പുത്തൂർപള്ളി റോഡിൽ അത് ജോയിന്റ് ആവുകയും ചെയ്തു. ഇനി കോൺക്രീറ്റ് ഫണ്ട് വെച്ചിട്ടുണ്ട്. പകുതിയിലേറെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. ഇനി ഇതുവരെയുള്ള കോൺക്രീറ്റ് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഏതാനും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു റോഡായി മാറി എന്നതിൽ വളരെയധികം സന്തോഷം. നമ്മളെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വികസനമാണ് നമ്മുടെ ആദ്യത്തെ ഈ പാലം, ചെറിയ പാലം വീതി കൂട്ടിയതിന് ശേഷം നമുക്കറിയാം പുത്തൂർ മഹൽ ഓഡിറ്റോറിയത്തിലേക്കുള്ള വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യാൻ വളരെ എളുപ്പമായി മാറിയിട്ടുണ്ട്. നമ്മുടെ നജ്മുൽ ഹുദ മദ്രസയിലെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹാൻഡ് റെയിലാണ്. ഇത് നമുക്കറിയാം, ഇതിലൂടെ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികളും ചെറിയ കുട്ടികളൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ തോടിന്റെ ഈ ഭാഗത്ത് നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് റെയിൽ നിർമ്മാണം. നമ്മുടെ ക്ലാരി തോടിന്റെ മുമ്പത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് തരിശുഭൂമികളുണ്ട്. അപ്പോൾ കർഷകരായിട്ടുള്ള ആളുകൾക്ക് ജലസേചന മാർഗം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല ആളുകളും വന്ന് കുളിക്കാൻ വേണ്ടിയിട്ടും, വെള്ളം കൂടുതലുള്ള സമയത്ത് നമുക്കറിയാം ഒരുപാട് ആളുകൾ വന്ന് കുളിച്ചിരുന്ന സ്ഥലം നീന്താൻ പഠിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ തോടിന്റെ യഥാർത്ഥ സർവേ ചെയ്തിട്ടുള്ള അളവിന്റെ രീതിയിലുള്ള ആ അളവിലേക്ക് നമ്മളെ പഴയ തോടിനെ കൊണ്ടുവന്നു. നമുക്കറിയാം വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു വർക്ക്. മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് പല രീതിയിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. MLA അബ്ദുറബ് സാഹിബിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ തുടക്കത്തില് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡാണ്. നമ്മളെ നജ്മുൽ ഹുദ മദ്രസന്റെ തൊട്ടടുത്ത് കൂടെയുള്ള കോൺക്രീറ്റ് റോഡ്. എപ്പോഴും വെള്ളം ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റോഡ് ഒരുപാട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ നമുക്കത് കോൺക്രീറ്റ് വർക്ക് ചെയ്യാൻ സാധിച്ചു. ചെനപ്പുറം വെള്ളരിക്കുളം റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി പ്രാക്കുന്നിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണിത്. ഈ റോഡിന്റെ മുമ്പുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം.
ഒരു കുഞ്ഞു റോഡായിരുന്നു. ഇരുഭാഗങ്ങളിലും വായ, ചേമ്പ്, പൂള, മുളകള് ഒക്കെ ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ആ റോഡിനെയാണ് നമ്മൾ യഥാർത്ഥ വീതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വീതിയുള്ള രണ്ടാമത്തെ റോഡായിട്ട് മാറി. ഇന്നിപ്പോ ഏറ്റവും സൗകര്യമുള്ള, നമ്മളെ വാർഡിലെ ഏറ്റവും സൗകര്യമുള്ള ഒരു റോഡാണ് ഈ ചനപ്പുറം വെള്ളരിക്കുളം പുത്തൂർപള്ളി റോഡ്. ചനപ്പുറം നടുവത്തുപടി റോഡിന്റെ കോൺക്രീറ്റിംഗ് ചെയ്ത ഭാഗമാണിത്. ഇത് നമ്മൾ ആദ്യഘട്ടം ചെയ്ത ഭാഗമാണ് ഈ കാണുന്നത്. വെള്ളരിക്കുളം നടുവത്തോട് ബൈപ്പാസ് റോഡിന്റെ കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണിത്. ഇത് രണ്ടാം ഘട്ടമായിട്ട് ചെയ്താണ്. ആദ്യഘട്ടം തുടക്കത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ MLA KPM മജീദ് സാഹിബിന്റെ ഫണ്ട് ഉപയോഗിച്ച് 2 മിനി മാസ് ലൈറ്റുകളാണ് നമ്മളെ വാർഡിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഈ കാണുന്നത്. അത് നമ്മുടെ ക്ലാരിപ്പുത്തൂർ ശിവക്ഷേത്രം ആൽത്തറയിൽ നിർമ്മിച്ച മിനി മാസ് ലൈറ്റ് ആണിത്. ഇത് നമുക്കറിയാം, നമ്മുടെ തർക്കലാട്ടുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിന്റെ പ്രകാശം എന്നത് വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് 4 മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അതിൽ 3 എണ്ണം നമ്മുടെ പുത്തൂർ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് അത് സോളാർ മിനി മാസ് ലൈറ്റ് ആണ്. അത് നമ്മുടെ തെക്കുവ മസ്ജിദ് അഥവാ കാട്ടിലപ്പള്ളിന്റെ അടുത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്ന ഈ റോഡാണ് ക്ലാരിപ്പുത്തൂർ ശിവക്ഷേത്രം റോഡ്. നമുക്കറിയാം, നമ്മള് വാർഡ് മെമ്പർ ആയ സമയത്ത് വാർഡ് കമ്മിറ്റി ആദ്യം ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ച റോഡാണിത്. കാരണം ഈ റോഡ് നമ്മുടെ വാർഡിൽ തന്നെ ഇങ്ങനത്തെ റോഡ് ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ വാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം ആദ്യം ചെയ്യേണ്ട റോഡ് ഇത് തന്നെയാണ്. MLA ഫണ്ട് വെച്ച് നമ്മൾ രണ്ടാം ഘട്ടമാക്കി നടത്തിയ വികസന പ്രവർത്തനമാണ് ഈ കാണുന്നത്. പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ആദ്യഘട്ടം അവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചു. നമുക്കറിയാം, ഈ റോഡിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇതുവരെ നടക്കാത്ത ഒരു ഉദ്ഘാടനം ഈ റോഡിലാണ് നടന്നത്. വലിയൊരു ഉത്സവ അന്തരീക്ഷത്തില് രാത്രിയാണ് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ MLA KPM മജീദ് സാഹിബും മുൻ മന്ത്രിയായിട്ടുള്ള അബ്ദുറബ് സാഹിബും കൂടി ചേർന്നിട്ടാണ് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തത്. എന്റെ മെമ്പർ കാലഘട്ടത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയൊരു ഉദ്ഘാടനം തന്നെയായിരുന്നു അത്. ഞാനിപ്പോ നിൽക്കുന്ന ഈ ഭാഗം ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കൂല. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥ പറഞ്ഞത് നടന്നു പോകാൻ പോലും പറ്റാത്ത, അഥവാ ബൈക്കിൽ പോകുമ്പോ തന്നെ വളരെ അപകടാവസ്ഥയിലുള്ള സ്ഥലമായിരുന്നു. അത്രയും ബുദ്ധിമുട്ടില്ല. പാറപ്പുറമായിരുന്നു, എപ്പോഴും വെള്ളം ഒലിച്ചു പോയിരുന്ന സ്ഥലമായിരുന്നു. ആ റോഡാണ് നമ്മള് പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് ഈ കോൺക്രീറ്റ് ചെയ്തത്. അതിനുശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾക്ക് ഒരു സ്വർഗം ലഭിച്ച പോലെയായിരുന്നു ഈ റോഡ് പണി പൂർത്തീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം. കാരണം പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചിട്ട് ചെയ്തു. നല്ല മനോഹരമായ റോഡാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി പ്രാക്കുന്നിന്റെ SC ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസനമാണിത്. നമുക്കറിയാം, മേലപ്പുറകൾ SC കോളനിയിലെ ചുറ്റുമതിൽ നിർമ്മാണം നിർമ്മിച്ചു. നല്ല കരിങ്കൽ കൊണ്ടുള്ള കെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോളനിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭിത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ പുത്തൂർ ശിവക്ഷേത്രത്തില് മുന്നിൽ തന്നെ നൽകിയ ലൈറ്റാണ് ഈ കാണുന്നത്. മറ്റു 2 ലൈറ്റുകൾ നമ്മളെ വരുന്ന വഴിയിലും സ്ഥാപിച്ചിട്ടുണ്ട്. കാണുന്നതാണ് നമ്മളെ മേലപ്പുറക്കൽ SC കോളനി റോഡ്. ഈ റോഡിന്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണെങ്കിലും ഇതിനു മുമ്പുള്ള അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കുഞ്ഞു ഇടവയായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസു പുതുമയും നമ്മളെ മണ്ണിങ്ങൽ വക്കീലും ഡോക്ടർ മക്ബൂലൊക്കെ ചേർന്ന് ഞങ്ങൾ നിർമ്മിച്ച റോഡാണിത്. ഈ റോഡില് ഒരുപാട് ബ്രാഞ്ച് എന്ന ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. ഇന്ന് ഈ രീതിയിൽ ആക്കാൻ സാധിച്ചു. മാത്രമല്ല, നമ്മളെ പഞ്ചായത്തിന്റെ ഇപ്രാവശ്യത്തെ ഫണ്ട് ഈ റോഡിൽ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ ഒരു കോൺക്രീറ്റ് റോഡായി മാറും. തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾക്ക് അത് ഏറ്റവും വലിയ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു റോഡായി മാറാൻ സാധിക്കും.
നമ്മൾ പുതുതായി ആസ്തിയിൽ ഉൾപ്പെടുത്തി ചെയ്ത റോഡാണിത്. സ്നേഹതീരം എന്നാണ് ഈ റോഡിന്റെ പേര്. ഇത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ GSP ഇട്ട് കുറച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരാഴ്ചന്റെ ഉള്ളിൽ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യും. എന്തായാലും ഈ ഭാഗത്ത് ഇപ്പോൾ ഒരുപാട് പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നു. ഈ റോഡ് പൂർത്തീകരിക്കുന്നതോടുകൂടിയിട്ട് അവരുടെ പ്രശ്നത്തിനും ഒരു പരിഹാര മാർഗം കാണാൻ സാധിക്കും. മാത്രമല്ല ഈ പ്രദേശത്തെ ആളുകൾക്ക് നമ്മൾ ജലനിധിന്റെ കണക്ഷനും കൂടി കൊടുക്കാൻ സാധിച്ചു. 9ഓളം വീടുകൾക്ക് ഈ റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ജലനിധി കണക്ഷൻ നൽകാൻ സാധിച്ചു. നമ്മുടെ കുറ്റിപ്പാല ഇല്ലിക്കൽ നടുവത്തുപടി റോഡിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥലമായിരുന്നു ഇത്. ഇവിടെ ഒരു ബാരിക്കേഡ് നിർമ്മിച്ചതിന് ശേഷം ആ ഒരു അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു. കാരണം ഇവിടെ വളരെ താഴ്ന്ന ഭാഗമാണ്. എന്തായാലും ഈ ഒരു ആൻഡ്രോയിഡ് നിർമ്മിച്ചതോട് കൂടിയിട്ട് ഇവിടുത്തെ ആ ഒരു സുരക്ഷിതത്തിന് ഒരു ഉറപ്പ് നൽകാൻ നമുക്ക് സാധിക്കും. നമ്മളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി പ്രാക്കുന്നിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സോളാർ മിനി മാസ് ആണ്. നമുക്കറിയാം, നമ്മളെ തെക്കുവ മസ്ജിദിന്റെ തൊട്ടടുത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മൂന്നുകൂടി ജംഗ്ഷനിൽ വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഈ മിനി മാസ് ലൈറ്റ്. ഈ റോഡിൽ നിന്ന് നമ്മളെ കുറ്റിപ്പാല കുറുക്കോളിൽ നിന്ന് തുടക്കത്തിലുള്ള മണ്ണിങ്ങൽ സാഫിയേജ് റോഡാണിത്. നമ്മൾ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് റീടാറിംഗ് വർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ കുറ്റിപ്പാല കുറുക്കോളോട് നല്ല വീതിയൊക്കെ കൂട്ടിയിട്ട് റോഡ് പണി പൂർത്തീകരിക്കുക എന്നത്. എന്തായാലും ആ വലിയൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിച്ചു. നമുക്കറിയാം, ഈ റോഡിലൂടെ 21ഓളം സ്കൂൾ ബസ്സുകളും മറ്റു വലിയ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന വഴി. മാത്രമല്ല, എയർപോർട്ടിലൊക്കെ പോകുന്ന ഒരു കുറുക്കോളിൽ നിന്നുള്ള ഒരു ഷോർട്ട് കട്ടും കൂടിയാണ്, ഒരു ബൈപ്പാസ് റോഡാണിത്. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമുള്ള റോഡാക്കി മാറ്റുക എന്നത് വലിയ ലക്ഷ്യമാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസു പുതുമയും ഒക്കെ ഒരുപാട് താല്പര്യം കാണിച്ച റോഡാണിത്. മാത്രമല്ല, MLA ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗപ്പെടുത്തി നല്ല രീതിയിലുള്ള റോഡാക്കി മാറ്റി ഇരുഭാഗങ്ങളും നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും നല്ല വീതിയുള്ള ഒരു റോഡാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെ കുറ്റിപ്പാല കുറുക്കോൾ റോഡിൽ നിന്നുള്ള നൂറുദ്ദീൻ മദ്രസയിലേക്കുള്ള റോഡിലാണ് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്നത്. നമുക്കറിയാം, ഇതിന് മുന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല പാറപ്പുറം, വാഹനങ്ങൾക്ക് പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു. ഇത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ നമ്മളെ മദ്രസയിലേക്കും ഖബർസ്ഥാനിലേക്കും അതേപോലെ ഇവിടെയുള്ള ഈ വീട്ടുകാർക്കൊക്കെ ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റോഡാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. നമ്മളെ കുറ്റിപ്പാല GMLP സ്കൂളിന്റെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റെപ്പുള്ള ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. നമുക്കറിയാം, ഈ സ്കൂള് പുറമേ നിന്ന് പോകുന്ന ആളുകൾക്ക് ഇവിടെ സ്കൂളിനെ അറിയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു കവാടം, പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വലിയൊരു കവാടവും റോഡുമാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ആ സൈഡിൽ സ്റ്റെപ്പായിട്ടും നല്ല മനോഹരമായ ഒരു ഗേറ്റാണ് നമ്മൾ സ്കൂളിന് നൽകാൻ പോകുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിലായിട്ട് പണി പൂർത്തീകരിക്കാൻ സാധിക്കും. നമ്മളെ കുറ്റിപ്പാല GMLP സ്കൂളിന്റെ പ്രീ പ്രൈമറി സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഇന്റർലോക്കൊന്നും ഇല്ല, ബിൽഡിംഗൊക്കെ കുറച്ച് ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാർക്കൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും അതേപോലെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല നവീകരിച്ച ഒരു പ്രീ പ്രൈമറി സ്കൂൾ ആക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. നമ്മുടെ MLA KPA മജീദ് സാഹിബിന്റെ ഇടപെടലോട് കൂടിയിട്ട് നമ്മുടെ കുറ്റിപ്പാല GMLP സ്കൂളിന് നല്ലൊരു കെട്ടിടത്തിന് ഫണ്ട് ലഭിച്ചു. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിട നിർമ്മാണം നടത്തുന്നത്. ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സ്ട്രക്ചർ വർക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 2-3 വർഷം പണി പൂർത്തീകരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കെട്ടിടം നമ്മുടെ കുറ്റിപ്പാല GMLP സ്കൂളിന് വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നതാണ്. വാർഡ് മെമ്പർ ആയതിന്റെ ആ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുറ്റിപ്പാല GMLP സ്കൂളിന് നല്ലൊരു കവാടവും അതുപോലെ സുരക്ഷിതമായ ഒരു ചുറ്റുമതിലും നൽകാൻ സാധിച്ചു. വാർഡ് മെമ്പർ ആയതിനു ശേഷം നമ്മുടെ കുറ്റിപ്പാല GMLP സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിൽ ഒന്നാണ് ഈ കുടിവെള്ളത്തിനുള്ള ടാങ്ക് നിർമ്മാണം.
അതേപോലെ ക്ലാസ് റൂമുകളിൽ നല്ല ബെഞ്ചും ഡെസ്കും അലമാരയും കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ നല്ല ശൗചാലയങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ ശുദ്ധ ജലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും കൊണ്ടുവരാൻ സാധിച്ചു. നമ്മളെ പാറമ്മൽ മജീദാക്കാന്റെയും കല്ലം മജീദാക്കാന്റെയും വീട്ടിലേക്ക് പോകുന്ന റോഡാണിത്. നമുക്കറിയാം പാറപ്പുറം ആയിട്ടുള്ള ഒരു റോഡായിരുന്നു ഇത്. ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വർക്കാണ് ഈ കാണുന്നത്. നമ്മള് നല്ല മനോഹരമായിട്ട് ടാറിംഗ് വർക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു റോഡാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ MP മുഹമ്മദ് ഹാജി റോഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്കറിയാം ഈ റോഡിന്റെ മുമ്പത്തെ അവസ്ഥ വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഈ കൊക്കയിലേക്കായിരുന്നു ഈ റോഡ് നേരെ പോയിരുന്നത്. ആ ഒരു അപകടാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് മതിലോട് കൂടിയിട്ട് ഒരു ഹാൻഡ് റെയിലൊക്കെ നിർമ്മിച്ച് വളരെ നല്ല മനോഹരമാക്കി കൊടുത്തു. മാത്രമല്ല ഈ ഭാഗത്ത് കൂടെ എന്ന് പറഞ്ഞാല് പഞ്ചായത്തിന്റെ അതിര് പങ്കിടുന്ന റോഡാണ്. ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്ഥലമാണ്. വളവന്നൂരിലോട്ട് പോയിരുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് വളരെ മോശം അവസ്ഥയിലായതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ സഞ്ചാരം അവസ്ഥ തീരെ ഇല്ലായിരുന്നു. നമ്മൾ കോൺക്രീറ്റ് വർക്കും ചെയ്തു. മാത്രമല്ല 2 ഭാഗങ്ങളിലും റീടാറിംഗ് വർക്കും ചെയ്തു. നമ്മുടെ ചെനപ്പുറം വെള്ളരിക്കുളത്ത് നിന്ന് വരുന്ന റോഡാണിത്, വളവന്നൂരിലേക്കുള്ള റോഡ്. ഇനി കുറച്ച് ഭാഗം കൂടി നമ്മൾ കോൺക്രീറ്റ് ചെയ്യാണ്ട് അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഏതാനും 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വർക്കുകൾ ഈ 5 വർഷക്കാലം കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചു. വർക്കുകളൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ ചെയ്യാണ്ട്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും, അതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരുപാട് ആളുകളോട് നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വാർഡ് കമ്മിറ്റികളായിട്ടുള്ള ഇർഷാദ്, സിദ്ദീഖ് ഹാജി, അതേപോലെ നമ്മുടെ ഉസ്മാൻക, മജീദ് പാറമ്മൽ, ഫസൽ അരീക്കോട്ടിൽ, സുഹൈബ്, അക്ബർ അരീക്കോട്ടിൽ, അതേപോലെ നിസാർ പാച്ചു, അതേപോലെ അഫ്സൽ മണ്ണിങ്ങള്, അമീർ മണ്ണിങ്ങള്, ഒരുപാട് പേര് എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് എന്നെ ഒരുപാട് സഹായിച്ചു. കുഞ്ഞാപ്പു, ജാബിർ, സക്രിയ, റാഫി, മുസ്തഫ, അങ്ങനെ ജാഫർ മണ്ണിങ്ങള്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരൊക്കെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒട്ടനവധി പേര് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നായാലും മച്ചഞ്ചേരി ഫാമിലി, പാപ്പാലി ഫാമിലി, മണ്ണിങ്ങൾ ഫാമിലി, കവറടി ഫാമിലി, അങ്ങനെ ഒരുപാട് ഫാമിലികൾ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു വലിയൊരു ഘടകം നമ്മളെ ക്ലാരിപ്പുത്തൂർ ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തുള്ള ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകൾ എനിക്ക് ഒരുപാട് ഊർജം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ പ്രവർത്തനത്തിനും അവര് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് നൽകിയിരുന്നത്. അതേപോലെ നമ്മളെ മേലപ്പുറക്കൽ ബാബുവേട്ടന്, പ്രദീപേട്ടന്, ഷിബു, സുബ്രേട്ടന്, അച്ചുട്ടിയേട്ടന്, അങ്ങനെ അനീഷ്, പേര് മുഴുവനായിട്ട് പറയാൻ വരുന്നില്ല കാരണം അത്രയും ആളുകളുണ്ട്. നമ്മളെ അമ്പലത്തിന്റെ ഭാഗത്തുള്ള കുട്ടികളൊക്കെ ഞങ്ങളൊരു പുത്തൂർ ടീംസിനായിരുന്ന ഒരു ഗ്രൂപ്പനുണ്ട്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും എന്നെ പല രീതിയിലും പല സമയങ്ങളിലുമായിട്ട് എന്നെ ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് മുന്നോട്ടുള്ള വഴികളിൽ പ്രചോദനം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇവിടെയുള്ള എല്ലാ സംഘടനാ പ്രവർത്തകരും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും എനിക്ക് ഒരേപോലെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നും എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഊർജം പല ആളുകളും തരുന്നുണ്ട്. അതേപോലെ അവരുടെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 5 വർഷക്കാലം ഇവിടെ അവസാനിച്ചു. എനിക്ക് നിങ്ങളൊക്കെ നൽകിയ അതേ ഒരു സഹായ സഹകരണങ്ങളൊക്കെ ഇനി വരുന്ന മെമ്പർക്കും നിങ്ങൾ നൽകണം. നമ്മുടെ വാർഡിൽ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്.